ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പം ഞാനും സുഖമായിട്ടിരിക്കണോ. അപ്പോൾ സുഖമായിട്ടിരിക്കണമെന്ന് മാത്രമല്ല, എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ എൻ്റെ കുടുംബവും സേഫായിട്ടിരിക്കണു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയണത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? നമുക്കിതിന് വേണ്ടിയിട്ട് 2 ബൗൾ വേണം. നല്ല ഉണങ്ങിയിരിക്കുന്ന ബൗളാണ് വേണ്ടത്. 2 ബൗൾ എടുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട കൂടി എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എഗ്ഗും വൈറ്റും ഒന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് എഗ്ഗ് വൈറ്റ് വേർതിരിച്ചെടുക്കുന്നത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കും, ചെറിയൊരു രീതിയിൽ പൊട്ടിച്ചു കൊടുക്കും. അതിനുശേഷം ഇങ്ങനെ വൈറ്റ് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 മുട്ടയുടെ എടുത്തിട്ട് 2ൻ്റെയും എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ യെല്ലോ പോർഷൻ എടുക്കുക. അതിനകത്തേക്ക് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് മാംഗോ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാനില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് അതായത് മാംഗോ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുവിധം നല്ലപോലെ ക്രീമി പരുവത്തിലാവുന്നത് വരെയും ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ എഗ്ഗ് വൈറ്റ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഗ്ഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുവിധം പതഞ്ഞു വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു നല്ല പോലെ ആവണ്ട, ഒരുവിധം ആവുന്നത് വരെയും ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയും അപ്പോൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഞാനൊരു നുള്ളു ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പാണ് മെഷർമെൻറ്റിന് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പാണ്. ഈ ഒരു കപ്പിന് ഏകദേശം ഒരു 1.5 കപ്പോളം പഞ്ചസാരയാണ് പൊടിച്ചത്. അപ്പോൾ അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു 3 ബാച്ചായിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ട് പഞ്ചസാരയും ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തത്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക് പോർഷൻ, അതായത് നമ്മുടെ മഞ്ഞ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ഫോം ആക്കി എടുക്കുന്ന രീതിയിലേക്ക് ബീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് ആ ഒരു ഫോം കൺസിസ്റ്റൻസിയിലേക്ക് വരും. ഓക്കെ, അപ്പം നമ്മുടെ ഇത് കറക്റ്റ് പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമുക്ക് മൈദ എടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കപ്പിന് 2 കപ്പാണ് മൈദ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 1/2 സ്പൂണോളം നമ്മുടെ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു 3 ബാച്ചായിട്ട് നമ്മുടെ ഇതിനകത്തേക്ക്, അതായത് നമ്മുടെ ഈ ഒരു പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ നമ്മൾ ബീറ്റർ ഉപയോഗിക്കരുത്. ഒരു സ്പൂണോ പിസ്റ്റുലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മൈദയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫോം ചെയ്തെടുക്കാം, അതായത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് കട്ടയൊന്നും ഇല്ലാതെ നമ്മുടെ പൗഡർ, അതായത് മൈദ ഇതിനകത്തേക്ക് നല്ലതുപോലെ കുഴഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുറച്ചുകൂടി സംഭവം, അതായത് ഒരു കപ്പ്, നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള കപ്പിൽ 1/2 കപ്പ് പാല്, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള പാലും അതുപോലെ തന്നെ 1/2 കപ്പ് നമ്മുടെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താഴത്ത് പാലുണ്ട്, അതിന് മുകളിലാണ് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലും നമ്മുടെ ഓയിലും നന്നായിട്ട് ഈ ഒരു മിക്സറിലേക്ക് മിക്സ് ആയി വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു അല്പം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ഇനി ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയാനായിട്ട് ഒരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു ദോശത്തവ വെച്ച് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിന് മുകളിലായിട്ട് നമ്മുടെ കേക്ക് പാൻ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നല്ല ടൈറ്റായിട്ടുള്ള ഒരു മൂടി ഉപയോഗിച്ച് മൂടാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡി ആയിട്ട് എടുക്കാം.
അപ്പോൾ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാകും നമ്മുടെ ഈ ഒരു ഇതിന്. അത് നമുക്കൊരു പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യണം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ടൈറ്റായിട്ടൊന്ന് ഇത് മൂടണം. അപ്പോൾ അതായത് എയർ ഒന്നും പുറത്തേക്ക് പോകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടുള്ളത് പേപ്പർ തന്നെ നമ്മൾ എടുത്തിട്ട് വേണം. പേപ്പർ ഇല്ലെങ്കിൽ ഒരു തുണി ആയാലും വെച്ചാൽ മതി. നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോഞ്ച് കേക്ക്, കിഡിലനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് ടേസ്റ്റ് ചെയ്തവരൊക്കെ പറയണത് നമ്മുടെ ലുലു മാളിലൊക്കെ കഴിക്കാൻ കിട്ടുന്ന പോലത്തെ കേക്കിൻ്റെ ടേസ്റ്റ് ആണെന്നാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലേ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് കേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക്